എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ. തിരൂർ മുനിസിപ്പാലിറ്റി 18-ാം വാർഡ് സഭായോഗം TAC സ്കൂളിൽ സംഘടിപ്പിച്ചു. ഷംസുദ്ദീൻ കുന്നത്ത് പറമ്പിൽ സ്വാഗതം പറഞ്ഞു. വാർഡ് കൗൺസിലർ IP സാജിറ അധ്യക്ഷത വഹിച്ചു. മുനിസിപ്പൽ സെക്രട്ടറി ജസ്റ്റിൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഏർമുട്ടി പുളിക്കൽ ആശംസകൾ നേർന്നു. കോർഡിനേറ്റർ രാഹുൽ വാർഡ് സഭയുടെ പ്രവർത്തനങ്ങൾ വിശദീകരിച്ചു. ചടങ്ങിൽ SSLC+2 പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ മൊമെന്റോ നൽകി ആദരിച്ചു. ഈ വാർഡ് സഭ യോഗം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി മുനിസിപ്പൽ സെക്രട്ടറി ജസ്റ്റിൻ സാറെ ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. കൃഷിക്ക് പച്ചക്കറി വിത്തുകൾ കൊടുക്കുന്നതാകാം, അല്ലെങ്കിൽ കൃഷി ചെയ്യുന്നവർക്ക് വളം കൊടുക്കുന്നതാകാം. അങ്ങനെയുള്ള പ്രോജക്റ്റ് അത് ആർക്ക് എന്ത് കൊടുക്കണം, എത്ര പേർക്ക് അതിൽ സെലക്ട് വേണം എന്ന് പറഞ്ഞാൽ, എനിക്ക് കൃഷി ചെയ്യാൻ താല്പര്യമുണ്ട്, അതുകൊണ്ട് എനിക്ക് ഇന്ന സാധനം വേണമെന്ന് ഈ വാർഡിലുള്ള ഓരോ മെമ്പറും അല്ലേ പറയേണ്ടത്. അതേപോലെ വേറെ ഒരു കാര്യം, ഇപ്പോൾ ഏതെങ്കിലും ഒരു സഹായം ആവശ്യമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ആ മേഖലയിൽ, ഉദാഹരണമായിട്ട് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലുള്ള ഒരു ആൾ ഇന്ന സഹായം, ഒരു ലാപ്ടോപ്പ് വേണം എന്നാവാം. അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ഒരു വ്യക്തിഗത സഹായങ്ങൾ വേണമെങ്കിലും ഇന്ന ആളാണ് അതിൻ്റെ അർഹൻ, ആ ആളെ ഉൾപ്പെടുത്തണമെന്ന് പറയുന്നതും തീരുമാനിക്കുന്നത് എവിടെയാണ്? ഗ്രാമസഭയാണ്, വാർഡ് സഭയാണ്, അല്ലേ? അപ്പോൾ അത് തീരുമാനിക്കുമ്പോൾ ഏറ്റവും അർഹരായിട്ടുള്ളവരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ലിസ്റ്റ് രൂപം കൊള്ളണമെങ്കിൽ ആ വാർഡിലുള്ള എല്ലാ കുടുംബങ്ങളിൽ നിന്നും കേവലം ഒരാളെങ്കിലും വന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു വാർഡ് സഭയാണെങ്കിൽ ആ ലിസ്റ്റ് കുറ്റമറ്റ തികഞ്ഞ ഒരു ലിസ്റ്റായിരിക്കും ഓരോ മേഖലയിലും. നിങ്ങൾക്കിപ്പോൾ 18-19 ഞാൻ മനസ്സിലായില്ലേ, 10-20 ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കേണ്ട പ്രോജക്റ്റുകളെ സംബന്ധിച്ചിടത്തോളം ലിസ്റ്റുകളുണ്ട്, അതിന് പ്രോജക്റ്റുകളുണ്ട്. അപ്പോൾ ആ പ്രോജക്റ്റുകൾ കൂടി അതിൻ്റെ ഒരു കത്തുകളും കാര്യങ്ങളും ആപ്ലിക്കേഷനും ഒക്കെ കൊടുത്തിട്ടുണ്ടാവും, എല്ലാ വീട്ടുകളിലും എത്തിയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ ആ ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കേണ്ട, എനിക്ക് എന്താണ് ആവശ്യമെന്നുള്ള ആ കോളം അതിലെന്താണ് ഫില്ല് ചെയ്തിട്ട് അത് ബഹുമാനപ്പെട്ട മെമ്പറെ ഏൽപ്പിക്കാനുള്ള ഒരു നടപടി ഉണ്ടാകണം. അത് വെച്ച് താമസിപ്പിക്കരുത്. എൻ്റെ ഒരു അപേക്ഷ ഏതാണ്? ഇനി അജൈവ മാലിന്യമാണെങ്കിൽ, അതായത് നീല ബിന്നിലിടുന്ന സംഭവമാണെങ്കിൽ, അത് വീടുകളിലും സ്ഥാപനങ്ങളിലും ഉണ്ടാകുന്ന ഈ അജൈവ മാലിന്യങ്ങൾ അത് വേർതിരിച്ച് ഹരിതകർമ്മസേനയ്ക്ക് കൃത്യമായിട്ട് കൈമാറുക. പിന്നെ യൂസർ ഫീ നൽകാത്ത പക്ഷം നഗരസഭയിലെ സേവനങ്ങൾ ലഭിക്കാതിരിക്കുകയും കേരള മുനിസിപ്പൽ ആക്ട് പ്രകാരം 50% പിഴ ഈടാക്കുന്നതുമാണ്. കൂടാതെ പിഴ കെട്ടിട നികുതിയുടെ കുടിശ്ശികയായി കണക്കാക്കി കെട്ടിട നികുതി തുക ഈടാക്കുന്നതാണ്. പിന്നെ പൊതുസ്ഥലത്തോ സ്വകാര്യ സ്ഥലത്തോ മാലിന്യം വലിച്ചെറിയുകയോ കത്തിക്കുകയോ കുരിശുമൂടുകയോ ചെയ്താൽ 5000 രൂപ വരെ പിഴ ലഭിക്കാവുന്നതാണ്. ഇനി സാനിറ്ററി മാലിന്യത്തെ പറ്റി പറയണമെങ്കിൽ, ആ ചുവന്ന ബിന്നിലാണ്. അത് വീടുകളിൽ നിന്നുള്ള ഉപയോഗിച്ച ഡയപ്പറുകൾ, സാനിറ്ററി പാഡുകൾ, മെഡിസിൻ സ്ട്രിപ്പുകൾ, ഡ്രസ്സിംഗ് കോട്ടൺ, കാലഹരണപ്പെട്ട മരുന്നുകൾ, ഗ്ലൗസ്, യൂറിൻ ബാഗുകൾ നഗരസഭയുമായി കരാറിലേർപ്പെട്ട ആക്രി ഏജൻസിക്ക് കൈമാറുക. ബ്രൈഡൽ ക്രാഫ്റ്റ്, ദ വെഡിംഗ് മോൾ, പാൻ ബസാർ, തിരൂർ.